TVS Apache RTR 310 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ നമ്മൾ ഇന്ത്യൻ ബൈക്കുകൾ ഇതുവരെ കാണാത്ത അത്രയും ഫീച്ചേഴ്സ് കുത്തി നിറച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നത്. ഇതിൽ ഹീറ്റഡ് ആൻഡ് കൂൾ സീറ്റ്സ് ഉണ്ട്, ക്രൂസ് കൺട്രോൾ ഉണ്ട്, ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, മൾട്ടിപ്പിൾ റൈഡിംഗ് മോഡ്സ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്. എനിക്ക് മുന്നേ ഈ ഒരു ബൈക്ക് റിവ്യൂ ചെയ്ത ഒരുപാട് ജേർണലിസ്റ്റുകൾ ഇതിനെ കുറച്ച് ഗിമ്മിക്കി എന്ന് വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് കുത്തി നിറച്ചു എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾ ദോസ് ഗിമ്മിക്സ് അസൈഡ്, ഈ ഒരു ബൈക്ക് ബേസിക്കലി നല്ലൊരു ബൈക്കാണോ, ഓടിക്കാൻ പറ്റിയ ബൈക്കാണോ, നല്ല സ്പോർട്ടി ആയിട്ടുള്ള ബൈക്കാണോ, നമ്മളതാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളും നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അബൌട്ട് അപ്പാച്ചി RTR 310. It'll waist held down like a paperweight. She just wanna come around, but I made a way. No money needed now. Chase, make the bass blow out with the 808. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ബൈക്കിൻ്റെ ലുക്കും ഡിസൈനും. വളരെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് ബയേഴ്സ്, അതായത് പ്യൂറിസ്റ്റുകൾ നമ്മൾ വിളിക്കും, ഈ പ്യൂറിസ്റ്റുകളാണ് ബൈക്കിൻ്റെ സ്മൂത്ത്നെസ്സും റിഫൈൻമെൻറ്റും ഹാൻഡ്ലിങ്ങും ഡൈനാമിക്സും ഒക്കെ നോക്കി വാങ്ങിക്കുന്നുള്ളൂ. അല്ലാതുള്ള ഭൂരിഭാഗം ബയേഴ്സും അവർ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്നത് ബൈക്ക് കാണാൻ ലുക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ ബൈക്ക് ഓടിക്കുമ്പോൾ ബാക്കിയുള്ളവർ കാണുമ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയാണോ എന്നുള്ള വിഷ്വലൈസേഷനാണ് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത്. ആൻഡ് ആ കാര്യത്തിൽ TVSന് നമ്മൾ ഫുൾ മാർക്കാണ് കൊടുക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ കുറച്ച് ഓവറാക്കിയോ അല്ലെങ്കിൽ കുറച്ച് ബിസി ആയി പോയോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഡിസൈനാണ് അപ്പാച്ചി RTR 310. പക്ഷേ നമ്മൾ കാണും തോറും ഇതിനോടുള്ള ഇഷ്ടം നമുക്ക് കൂടി വരും. ഇപ്പോൾ എനിക്ക് ഈ ബൈക്ക് എൻ്റെ കൈ കിട്ടിയിട്ട് ഒരാഴ്ചയായി. ഞാൻ എല്ലാ പ്രാവശ്യവും ബൈക്ക് നിർത്തി ഇറങ്ങി വരുന്ന സമയത്ത് അതിന് ഓരോ ആംഗിൾ നിങ്ങൾ നോക്കും. ഓരോ പ്രാവശ്യം നോക്കുമ്പോൾ അതിൻ്റെ ഓരോ ഡിസൈൻ എലമെൻറ്റ്സ് ആണ് ഇങ്ങനെ എൻ്റെ കണ്ണിലോട്ട് കയറി വരുന്നത്. നമ്മൾ ടെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾക്ക് 1-2 ആഴ്ച ബൈക്ക് ഉപയോഗിക്കുന്നു, കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് പല അഭിപ്രായം പറയാം. പക്ഷേ ഒരു കസ്റ്റമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് കൊല്ലം ഉപയോഗിക്കാനുള്ള ബൈക്കാണിത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ വളരെ നല്ല ഡിസൈനാണ്. ബിക്കോസ് അവർക്ക് ഒരുപാട് കൊല്ലം ഇതുപോലെ ബൈക്ക് പാർക്ക് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പാകത്തുള്ള ഡിസൈൻ എലമെൻറ്റ്സ് അപ്പാച്ചിയിൽ TVS കൊടുത്തിട്ടുണ്ട്. എനിക്കിതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഡിസൈൻ എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. നമ്മുടെ സ്ട്രെല്ലണ്ണൻ ആളുടെ ബൈക്കിന് പേര് കൊടുത്ത് ടൂത്ത്ലെസ് എന്നാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനുശേഷം എപ്പോഴും ഈ ഒരു ബൈക്കിൻ്റെ ഫ്രണ്ട് എൻഡ് കാണുമ്പോൾ ആ ഒരു ഡ്രാഗണിനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. ശരിക്കും അതിന് ഇൻസ്പയർ ചെയ്ത ഡിസൈനാണോ എന്ന് വരെ എനിക്ക് സത്യം പറഞ്ഞാൽ സംശയമുണ്ട്. അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട അതേപോലത്തെ ഒരു എലമെൻറ്റ് ഈ ഒരു റിയർ സബ് ഫ്രെയിമാണ്. ഫുൾ അലുമിനിയം ബ്ലോക്കിൽ തീർത്തിട്ടുള്ള ഒരു സബ് ഫ്രെയിമാണ്. കാണാൻ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുണ്ട്, ഹൈ സ്റ്റാൻഡേർഡിലാണ് തീർത്തിട്ടുള്ള. ഡിസൈനും സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ റിയർ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനും എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഒരു യൂറോപ്യൻ സൂപ്പർ ബൈക്കിനൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ റിയറിൻ്റെ ഒരു ടെയിൽ ലൈറ്റിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇഷ്ടപ്പെടാത്ത ഒരൊറ്റ കാര്യം എനിക്കുള്ളൂ, അത് ഈ ഫ്രണ്ടിൽ ഈ ഡിസൈൻ എലമെൻ്റായി കൊടുത്തുള്ളൊരു ഗ്രില്ലാണ്. അതിന് കുറച്ചൊരു ചീപ്പ് ലുക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നുണ്ട്. അതും മാറ്റി നിർത്തിയാൽ ബാക്കി ബൈക്ക് ഡിസൈൻ്റെ കാര്യത്തിൽ 10 out of 10. ഈ ഒരു BMW TVS ഈ ഒരു എൻജിൻ പ്ലാറ്റ്ഫോം ഷെയറിങ്ങിൽ മൊത്തം 5 ബൈക്കുകളാണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ 5 ബൈക്കും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്യാരക്ടറുള്ള ബൈക്ക് അപ്പാച്ചി RTR 310 ആണ്. മറ്റേതൊരു TVS ബൈക്കിനെ പോലെയും ഇതിലും നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു നേച്ചറാണ്. അടിപൊളി ഹാൻഡ്ലിംഗ് ആയിട്ടുള്ള ബൈക്കാണ്. ഫീഡ്ബാക്ക് എല്ലാം തന്നെ സൂപ്പറാണ്. അതിന് കോംപ്ലിമെൻ്റ് ചെയ്യാൻ പാകത്തിന് മിഷലിൻ്റെ റോഡ് 5 ടയേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അടിപൊളി ഓൾ വെതർ ടയേഴ്സ് ഇതാണ്. വെറ്റ് വെതർ ആണെങ്കിൽ ശരി, നമ്മുടെ ഹോട്ട് സണ്ണി ക്ലൈമറ്റ് ആണെങ്കിൽ ശരി, ഗ്രിപ്പിൻ്റെ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. അതുപോലെ തന്നെ ബ്രേക്കിങ്ങും സൂപ്പറാണ്. ബ്രേക്കിൻ്റെ പ്രോഗ്രഷൻ, ബൈറ്റ് എല്ലാം തന്നെ അടിപൊളിയായിട്ടുണ്ട്. ABS മോഡ്സും ഈ ഒരു ബൈക്കിൽ വരുന്നുണ്ട്. അതിൽ ട്രാക്ക് മോഡിൽ വരുന്ന ABS ആണ് എനിക്ക് ഏറ്റവും അടിപൊളിയായി തോന്നിയത്. നിങ്ങൾ സ്കില്ലപ്പ് ആയി കഴിഞ്ഞാൽ, ബൈക്ക് ഓടിച്ച് നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ അർബൻ മോഡിലും റെയിൻ മോഡിലും ABS കുറച്ച് നിങ്ങൾക്ക് ലൂസായിട്ട് ഫീൽ ചെയ്യും, കുറച്ച് നെർവസ് ആയിരിക്കും നിങ്ങൾ ആ ഒരു മോഡിലിട്ട് ഓടിക്കുമ്പോൾ. ട്രാക്ക് മോഡും സ്പോർട്ട് മോഡിലും ആക്ച്വലി ABS ഇസ് സ്പോട്ട് ഓൺ. ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്ററും അതുപോലെ ഒരു ബട്ടർ സ്മൂത്ത് ക്വിക്ക് ഷിഫ്റ്ററാണ്. ഒരൊറ്റ ഇന്ത്യൻ ബൈക്കിൽ നമ്മൾ ഇത്രയും നല്ല ക്വിക്ക് ഷിഫ്റ്റർ നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഏത് സ്പീഡിലും അപ്പ് ഷിഫ്റ്റ് നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളരെ എൻഗേജിങ് ആണ് സത്യം പറഞ്ഞാൽ ക്വിക്ക് ഷിഫ്റ്റർ. ഈ ഒരു ബൈക്ക് ഓടിക്കുന്നതിൻ്റെ ഫണ്ടിനെ ഏറ്റവും കൂടുതൽ എലിവേറ്റ് ചെയ്യുന്നത് ഈ ഒരു ക്വിക്ക് ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതിലൊരു ചെറിയ പരാതി പറയാനുള്ള ഡൗൺ ഷിഫ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് എൻജിൻ ബ്രേക്കിംഗ് കിട്ടാൻ കുറച്ചൊരു സമയം എടുക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ RPM ഹയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റും. അടുപ്പിച്ച് 1-2 ഗിയർ താഴോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ലാഗ് കഴിഞ്ഞിട്ടാണ് എൻജിൻ ബ്രേക്കിംഗ് നമുക്ക് കറക്റ്റ് കിട്ടുന്നുള്ളൂ. അത് ഒന്നും കൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അടുത്തത് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ കംഫർട്ടിൻ്റെ കാര്യമാണ്. സസ്പെൻഷൻ്റെ ട്യൂണിങ് സത്യം പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടെന്ന് വേണം പറയാൻ. അത്യാവശ്യം സ്റ്റിഫാണെന്ന് ചോദിച്ചാൽ സ്റ്റിഫാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഹാൻഡ്ലിംഗ് ക്യാരക്ടറിസ്റ്റിക് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതേസമയം കംഫർട്ടിന് ഇവിടെ യാതൊരു കുറവ് വന്നിട്ടില്ല. ഒരു വിധമുള്ള കുഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ പരാതിയില്ലാതെ കൊണ്ട് കടന്നു കിട്ടും. നമ്മുടെ സ്ട്രീറ്റിൽ, നമ്മുടെ നാട്ടിലെ ടൗണിലും സിറ്റികളിൽ കാണുന്ന എല്ലാ കുഴികളും യാതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അപ്പാച്ചിക്ക്. അതുപോലെ തന്നെ ഹൈവേയിൽ ഇറങ്ങി കാണുമ്പോൾ കാണുന്ന ബംപ്സും അതുപോലെ ഫില്ലേഴ്സും ജോയിൻസും ഒന്നും നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇനി മെച്ചപ്പെടാമായിരുന്നു തോന്നിയാൽ ഏറ്റവും ആദ്യം ടോപ്പ് ഓഫ് ദ ലിസ്റ്റിൽ വരുന്നതിൻ്റെ റിഫൈൻമെൻറ്റും
ആ ഒരു വൈബ്രേഷൻ ലെവൽസൊക്കെയാണ്. ഇതിൻ്റെ NVH ലെവൽസ് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൺ ദ ഹയർ സൈഡാണ്. നമുക്ക് വൈബ്രേഷൻ ആണെങ്കിലും റിഫൈൻമെൻറ്റ് ഇഷ്യൂസ് ആണെങ്കിലും RPM അവിടെയും ഇവിടെയും കയറി വരുന്ന സംഭവമല്ല. ഭൂരിഭാഗം സമയത്തും നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നതാണ് വൈബ്രേഷൻ ഒന്നുകൂടി കൺട്രോൾ ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഒരു ഓവറോൾ റിഫൈൻമെൻറ്റും കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നുന്നത് എപ്പോഴും നമുക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ തോന്നുന്നൊരു സംഭവമാണ്. അടുത്ത് നമുക്ക് പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഗിയറിങ്ങിൻ്റെ കേസാണ്. ഈ ഒരു എഞ്ചിൻ പ്ലാറ്റ്ഫോമിൽ വരുന്ന ബാക്കിയുള്ള ബൈക്കുകൾക്കെല്ലാം എനിക്ക് തോന്നുന്നത് 42 ടൂത്തിൻ്റെ റിയർ സ്പ്രോക്കറ്റേ കൊടുത്തുള്ളത്. ഇവിടെ TVS എബവ് ആൻഡ് ബിയോണ്ട് പോയിട്ട് 46 ടീത്തിൻ്റെ റിയർ സ്പ്രോക്കറ്റേ കൊടുത്തുള്ളത്. നല്ലത് തന്നെയാണ്. നല്ലൊരു ബിഗ്ഗർ റിയർ സ്പ്രോക്കറ്റ് വരുമ്പോൾ നമുക്ക് നല്ല ആക്സിലറേഷനും കാര്യങ്ങളൊക്കെ കിട്ടും, അതൊക്കെ നല്ല തന്നെ. പക്ഷേ ഒരു എഞ്ചിൻ്റെ ഒരു ഓവറോൾ ക്യാരക്ടറിനെ ഇവിടെ മാറ്റി മറിച്ചിരിക്കുകയാണ് TVS. സ്ട്രീറ്റിന് ഇണങ്ങുന്ന രീതിയിലാണ്, അതായത് പെട്ടെന്ന് നമുക്ക് ആക്സിലറേഷൻ കിട്ടും, എഞ്ചിൻ എപ്പോഴും ഓൺ ദ ബോയിലായിരിക്കും, എപ്പോഴും ആംഗ്രിയർ ഫീലിംഗ് ആയിരിക്കും എഞ്ചിൻ. പക്ഷേ അതേസമയം നമുക്ക് നഷ്ടപ്പെടുന്നത് ഹൈവേയിലുള്ള ഒരു ടൂറിംഗ് എബിലിറ്റിയാണ്. ഇതിൻ്റെ ഒരു ഇരിപ്പും സീറ്റിംഗ് പൊസിഷനും സസ്പെൻഷനും കാര്യങ്ങളെല്ലാം ഓൺ ദി കംഫർട്ട് സൈഡിലേക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ടൂർ ചെയ്യാൻ ഇറങ്ങാൻ പറ്റാത്തതിനുള്ള പ്രധാന കാരണം ഇവിടെ ഗിയറിംഗ് തന്നെയാണ്. നമുക്കൊരു സ്വീറ്റ് സ്പോട്ട്, എഞ്ചിൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് 5500 RPM ആണ്. ആ ഒരു RPMൽ ആകെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് 80 km/h ആണ്. നിങ്ങൾക്ക് ഹൈവേ നിങ്ങളുടെ ടൂറിംഗ് ഭൂരിഭാഗം സ്പീഡും നിങ്ങൾ 80ലാണ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പരാതിയും തോന്നില്ല. അതിന് മേലോട്ടുള്ള സ്പീഡുകളിലാണ് നിങ്ങൾ ക്രൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 100, 110 ആ ഒരു റേഞ്ചിലാണ് നിങ്ങളുടെ ക്രൂസിംഗ് സ്പീഡെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എഞ്ചിൻ അതിൻ്റെ കംഫർട്ട് സോണിലല്ല എന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. എപ്പോഴും എഞ്ചിൻ വാണ്ട്സ് ടു റെവ് മോർ, ആ ഒരു ഫീലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഒരു സ്വീറ്റ് സ്പോട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു സത്യാവസ്ഥ തന്നെയാണ്. ഇനി ലാസ്റ്റിലാണ് ഒരു പക്ഷേ ഏറ്റവും പ്രധാന പോയിന്റ്, ഇതിൻ്റെ പ്രൈസ് വേഴ്സസ് ഫീച്ചേഴ്സ് കമ്പാരിസൺ ആണ്. ഇത് വളരെ പ്രൈസിയർ ആയിട്ടുള്ളൊരു ബൈക്കാണ്. കൺസിഡറിങ് ഒരു 310cc ബൈക്കാണ് നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് ഓൺ ദി ഹയർ സൈഡാണ്. പക്ഷേ നമുക്ക് അതിനാവശ്യത്തിന് ഫീച്ചേഴ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്രയും ഫീച്ചേഴ്സ് വേണമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയുള്ളൂ ഇതിൻ്റെ ടൂറിംഗ് സ്പീഡ് നമുക്ക് 80 പറ്റുള്ളൂ, അതിന് മേലോട്ട് ടൂർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു സ്ട്രീറ്റ് ബൈക്കിന് ഒരു ക്രൂസ് കൺട്രോൾ വേണമായിരുന്നു എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ഒരു ക്രൂസ് കൺട്രോൾ എടുത്തു കളഞ്ഞ് നമുക്ക് ആ ഒരു പ്രൈസ് കുറച്ചും കൂടി കോമ്പറ്റീറ്റീവായി തന്നുന്നുണ്ടെങ്കിൽ നന്നായേനെ. അതുപോലെ തന്നെ റൈഡിംഗ് മോഡ്സിൻ്റെ കാര്യത്തിലും നമുക്ക് താഴെയുള്ള റൈഡിംഗ് മോഡ്സിൽ എനിക്ക് തോന്നുന്നത് അറൗണ്ട് 25 PS ആണ് പവർ കിട്ടുന്നത്, അർബൻ മോഡിലും റെയിൻ മോഡിലും. അതിന് മേലോട്ടുള്ള റൈഡിംഗ് മോഡ്സ്, അതായത് സ്പോർട്ട്, ട്രാക്ക് ആൻഡ് സൂപ്പർ മോഡിൽ നമുക്ക് 35 bhp ഫുൾ പവർ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കസ്റ്റമറായിട്ട് ഈ ഒരു ബൈക്ക് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ഫുൾ പവറായിട്ട് നിങ്ങൾ യൂസ്ഡ് ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ റൈഡിംഗ് മോഡ്സൊക്കെ സത്യം പറഞ്ഞ ഒരു വേസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുവിധം റൈഡേഴ്സ് എല്ലാം തന്നെ ഇത് വാങ്ങിച്ച് സ്കില്ലപ്പ് ചെയ്യും. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി അവർ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ട്രാക്ക് മോഡിലോ അല്ലെങ്കിൽ സ്പോർട്ട് മോഡിലോ ആയിരിക്കും. അപ്പോൾ ഇത്രയും റൈഡിംഗ് മോഡും ഇത്രയും ടെക്നോളജിയും ഈ ഒരു ചെറിയ സെഗ്മെൻറ്റ് ഓഫ് ബൈക്കിൽ വേണമായിരുന്നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഹീറ്റഡ് ആൻഡ് കൂൾ സീറ്റ്സിൻ്റെ കേസും. യെസ്, നമുക്ക് കേരളത്തിൽ ചൂടൊക്കെ കൂടുതൽ സമയത്ത് കൂൾ സീറ്റ്സ് ഉണ്ടെങ്കിൽ നല്ല തന്നെയാണ്. അതുപോലെ തന്നെ ഇതുപോലെ മഴയൊക്കെ ഉള്ള സമയത്ത് ഹീറ്റഡ് സീറ്റ്സ് ഉണ്ടെങ്കിലും അത് നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യലോട്ട് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കിട്ടുവാണെങ്കിൽ പ്രോപ്പർ കൂളിങ്ങും ഹീറ്റിങ്ങും ഉള്ള സീറ്റ് കിട്ടിയാൽ നന്നായിരുന്നു. ഇത് കുറച്ചും കൂടി ഒരു പ്രോട്ടോടൈപ്പ് കൈൻഡ് ഓഫ് സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഫീച്ചേഴ്സൊക്കെ സ്ട്രിപ്പ് ഡൗൺ ചെയ്തിട്ട് നല്ല പ്രൈസ് കോമ്പറ്റീറ്റീവ് ആയിട്ട് നമുക്കൊരു ബൈക്ക് തന്നെങ്കിൽ അത് അടിപൊളിയായേനെ. എന്തൊക്കെ പറഞ്ഞാലും ബേസിക്കലി നോക്കുമ്പോൾ നല്ലൊരു ബൈക്ക് തന്നെയാണ് അപ്പാച്ചി ആർട്ടിയ 310. നല്ല ഹാൻഡ്ലിംഗ് ഉണ്ട്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, ക്വിക്ക് ഷിഫ്റ്ററൊക്കെ തന്നെ നല്ല സൂപ്പറാണ്. നല്ലൊരു സ്ട്രീറ്റ് ഫ്രണ്ട്ലി ബൈക്കാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ, ഒരു 300cc നല്ല അടിപൊളി ലുക്കുള്ള നല്ല സ്ട്രീറ്റ് കേപ്പബിൾ ആയിട്ടുള്ള ബൈക്കാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ബൈക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പാച്ചി ആർട്ടിയ 310 ഫിറ്റ്സ് ദ ബിൽ. പക്ഷേ നിങ്ങൾക്ക് ഒരു 1 ബൈക്ക് ഗറാജാണ്, നിങ്ങൾക്ക് ടൂറിങ്ങിന് പോകണം, നിങ്ങൾക്ക് എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിന് യോജിച്ചൊരു ബൈക്ക് ആയിരിക്കില്ല അപ്പാച്ചി ആർട്ടിയ 310.